ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ കുറച്ച് കാലമായി നമ്മുടെ റെനോയുടെ പുതിയ ക്വിഡ് അവരിവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്വിഡ് EV ആയിട്ടാണ് ഇൻ്റർനാഷണലൊക്കെ വന്ന്. ആൻഡ് ഇതിപ്പോൾ ഇവരെന്തിനാണ് ഇവിടെ ഡാഷ്യ ബാഡ്ജിങ്ങിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ വണ്ടി ഇപ്പോൾ ഇന്ത്യയിലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡിലൊരു മാഗ്നേറ്റ് കിടക്കുന്ന ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടെമ്പററി രജിസ്ട്രേഷൻ പ്ലേറ്റിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെയിം വണ്ടി തന്നെ, അതായത് ഡാഷ്യയുടെ ബാഡ്ജിങ്ങിലാണെങ്കിലും റെനോ അവരുടെ ക്വിഡ് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി അവരങ്ങ് ബ്രസീലിൽ ഈ വാഹനത്തിൻ്റെ കുറച്ച് അൺഡിസ്കൈസ്ഡ് ആയിട്ടുള്ള സ്പൈ ഷോട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിലല്ല ടെസ്റ്റ് ചെയ്യുന്നത്, ബ്രസീലിലാണ്. പക്ഷേ ബ്രസീലിൽ അവർക്ക് ഈ വണ്ടി വിൽക്കാനായിട്ട് അവർ ജസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിരുന്ന ലീക്ക് ഇമേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് റെനോയുടെ ലോഗോയും കാണാൻ സാധിക്കുന്നുണ്ട്. ഡാഷ്യയുടെ പുതിയ ക്വിഡ് ആക്ച്വലി കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഡാഷ്യ സ്പ്രിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്, സ്പ്രിംഗ് EV. സോ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് ഈ വണ്ടിയും വരുന്നത്. അങ്ങനെ കാര്യമായിട്ടുള്ള ഡിസൈനൊന്നും ഇതിനകത്ത് അവർ മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ വണ്ടി കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ വരുന്ന ക്വിഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലത്തെ ബോഡി പ്രൊപ്പോർഷൻസ് ഒക്കെ കുറച്ച് സിമിലർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫ്രണ്ടൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഇവരുടെ പുതിയ ജനറേഷൻ ഡസ്റ്ററിലൊക്കെ കണ്ടില്ലേ, ഏകദേശം അതുപോലത്തെ ചേഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആണ്. പിന്നെ റെനോയുടെ പുതിയ ലോഗോ ഒക്കെ വരുമ്പോഴും അതിനൊരു രസമുണ്ട്. അതുപോലെ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് അതിൻ്റെ പ്രൈസ് പോയിന്റ് ഒക്കെ വെച്ച് നോക്കുമ്പം. ഈവൻ റിയർ ഡിസൈൻ ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. ഇത് പിന്നെ ഒരു ചെറിയ വണ്ടിയാണെന്നും കൂടെ ആലോചിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് ചെയ്യുന്ന ആ ഒരു വ്യൂവിൽ വണ്ടി വളരെ ചെറുതായിട്ട് തന്നെ തോന്നും. ഫ്രണ്ടിൻ്റെ അത്രയും ഒരു ബോക്സി പോലത്തെ ലുക്കൊന്നും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇല്ല, വളരെ ചെറുതാണ്. ആൻഡ് ഒരിൻ്റെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ടെയിൽ ലൈറ്റ്സിലൊക്കെ ഒരു ഡിസൈനിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമുക്ക് ബാക്കിൽ ഇതിൻ്റെ അകത്ത് റെനോയുടെ ലോഗോ കാണാൻ പറ്റും. ഇന്ത്യയിൽ പക്ഷേ അവർ ഡാഷ്യ ലോഗോ വെച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതെന്തിനാന്ന് എഗെയിൻ എനിക്കറിയില്ല. എനിവേ നമുക്ക് ടെയിൽ ലൈറ്റ്സിൻ്റെ ഒരു ഡിസൈൻ നോക്കുമ്പം അതിനകത്തൊരു 3 ഷേപ്പ് പാറ്റേൺ പോലെയാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് നടുവിലും കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് എന്ന് കാണിക്കാനായിരിക്കും. പക്ഷേ എന്തായാലും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ലൈറ്റിംഗ് എലമെൻ്റ് ഒന്നും ആ കണക്ഷനിൽ വരുന്നില്ല. പക്ഷേ ആ കണക്ഷനിൽ തന്നെയാണ് റെനോയുടെ ലോഗോ വരുന്നത്. എനിക്ക് ബാക്കിലത്തെ ഡിസൈൻ കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഫ്രണ്ടിലത്തെ ഡിസൈൻ ആക്ച്വലി നല്ലതാണ്. ഇനി ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടി നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. സോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഡാഷ്യ ലോഗോ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റേ വണ്ടിയിൽ കിട്ടിയതുപോലെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പം ഈ വാഹനത്തിൽ LED ലൈറ്റ്സും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കാരണം ഇത് നമ്മുടെ ഓൾട്ടോ കേട്ടനായിട്ടൊക്കെ റൈവൽ ചെയ്യാൻ പോകുന്ന വണ്ടിയാണ്. പക്ഷേ അതിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പം നിലവിൽ ഇലക്ട്രിക് ഓൺലി മാത്രമായിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പെട്രോൾ പവേർഡ് മോഡലൊന്നും ഇതുവരെ വേറെ എവിടെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ റെനോയ്ക്ക് ഇനിയിപ്പോൾ ക്വിഡ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ പെട്രോൾ മോഡൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതിന് കൊടുക്കുമ്പോൾ ഈ സിമിലർ ലുക്സ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വേറൊരു ലുക്ക് ഇത്തിരി കൂടെ എന്താ പറയുന്നത് ഡിഗ്രേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് തന്നെ കാണുമ്പോൾ ബാക്കിൽ നിന്ന് കുറച്ച് ബോറാണ്. ആൻഡ് സൈഡിലത്തെ നമുക്ക് ആ ഒരു ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. ORVMs ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത്. എനിവേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതുവരെ റെനോ ഈ വണ്ടി ഇന്ത്യയിൽ ഒഫീഷ്യലി ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർക്കും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ലോഞ്ച് കൺഫേം ആണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഡാഷ്യ ബാഡ്ജ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് സ്പ്രിംഗ് EV ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുമായിരിക്കും, ഇന്ത്യൻ കണ്ടീഷൻസിന് സൂട്ടബിൾ ആണോ എന്നറിയാൻ. ഇനി ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവർ വണ്ടി ഇറക്കുമായിരിക്കും. പക്ഷേ ഇത് ഇറക്കുമ്പോഴും ഇതിൻ്റെ റൈവലായിട്ട് മിക്കവാറും നമ്മുടെ ടിയാഗോ EV ഒക്കെ ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ റൈവലായിട്ട് എന്നുള്ള രീതിയിലും കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഈ വണ്ടിയെ കണ്ടോ. ഞാൻ എന്തായാലും ഡാഷ്യ സ്പ്രിംഗ് ജസ്റ്റ് കാണിച്ചു തരാം. സ്പ്രിംഗ് EV ഇതാണ് പുറത്തൊക്കെ വരുന്ന സ്പ്രിംഗ് EV. സോ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ ക്വിഡുമായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്. അവർ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ലുക്കാണ് ആക്ച്വലി വണ്ടിക്ക്. ബാക്കിലും നമ്മൾ നേരത്തെ കണ്ട സൈഡ് പ്രൊഫൈലിൻ്റെയും അതുപോലെ റിയറിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഇടുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ബാക്ക്. ഇവിടെ ബാക്കിൽ ഡാഷ്യയുടെ ബാഡ്ജിങ് ആണ് വരുന്നത്. അത് നല്ല വലിയ ലെറ്ററിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ പക്ഷേ ഡാഷ്യ ഇല്ല, റെനോ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ റെനോയുടെ ലോഗോ മാത്രമേ വരുന്നുള്ളൂ. LED ടൈൽ ലൈറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിലും വരുന്നത്. അത് പക്ഷേ റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അതൊക്കെ മിക്കവാറും ഹാലജൻ തന്നെയായിരിക്കും. ഇനി ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ ആക്ച്വലി ഡാഷ്യ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് കാണുമ്പം നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സ് ആയിട്ട് തോന്നും. ഓർ അറ്റ്ലീസ്റ്റ് ഡിസൈൻ വൈസ് അത്യാവശ്യം പ്രീമിയമാണ്. മെറ്റീരിയൽസ് ഒക്കെ എന്തായാലും ആവറേജ് ആയിരിക്കും. അതിപ്പോൾ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ഈ വണ്ടി വരുന്ന മാർക്കറ്റ്സ് അതൊക്കെ വെച്ചിട്ടാണ് അവർ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്. ഈവൻ പുതിയ ഡസ്റ്ററിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നുമില്ല. എല്ലാം ഹാർഡ് വെയറിങ് അല്ലെങ്കിൽ ഹാർഡ് ടച്ച് മെറ്റീരിയൽസ് തന്നെയാണ്. പക്ഷെ എന്തായാലും കാണുമ്പോൾ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. സ്റ്റിയറിംഗിൻ്റെ ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇതുവരെ അവരിവിടെ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടികളുടെ പോലത്തെ സ്റ്റിയറിംഗ് ഡിസൈനൊന്നും അല്ല. അതുപോലെ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പുതുമ അതിൽ കാണാൻ പറ്റും. ഇത് സ്പൈ ഷോട്ട് ആയിരുന്നു. നമുക്കിനി ഒറിജിനൽ വണ്ടി അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ നിങ്ങൾ കണ്ടത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കിവിടെ കാണിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലേ ഉള്ളൂ.
എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 7 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്, ഫുള്ളി ഡിജിറ്റലാണ്. അതുപോലെ ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ആണ് അവർ കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടിയാഗോയിലൊക്കെ ഈ അടുത്തായിട്ടാണ് അവർ 10 ഇഞ്ച് കൊടുത്തു തുടങ്ങിയത്. എന്തായാലും ഈ വണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഉണ്ടാവും. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിക്കോട്ടെ, അതുപോലെ ഓട്ടോ എ സി ഒക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇതിൻ്റെ കുറച്ച് ഹയർ എൻഡ് വേർഷൻസിൽ പുറത്തൊക്കെ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പ്രൈസ് പോയിന്റ് വെച്ച് കിട്ടാൻ പാടാണ്. എന്തായാലും ബാക്കി സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 6 എയർ ബാഗ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും കോംപ്രമൈസ് ഇല്ല. ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ ബാറ്ററി പാക്കേ ഉള്ളൂ. 26.8 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സൈസ് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ ടിയാഗോ ഇവിയിൽ വരുന്ന 24 kWh ബാറ്ററി പാക്കാണ്. ടിഗോ റിവ്യൂവിൽ വരുന്ന 26 kWh ബാറ്ററി പാക്കാണ്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ ഇത്തിരി കൂടെ വലിയ സൈസാണ് ഇതിൻ്റെ ബാറ്ററി പാക്കിന് വരുന്നത്. ഇനി ടിയാഗോ ഇവിടെ ഷോർട്ട് റേഞ്ച് മോഡൽ, അതായത് അവർ മീഡിയം റേഞ്ച് എന്നാണ് വിളിക്കുന്നത്, പക്ഷേ 19.2 kWh ബാറ്ററി പാക്കാണ് അവർ ഇതിൻ്റെ ഏറ്റവും റേഞ്ച് കുറഞ്ഞ മോഡൽ ടിയാഗോ ഇവിയിൽ കൊടുത്തിരിക്കുന്നത്. വേറെ റെഫറൻസിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ MG കൊമറ്റിൽ ഏകദേശം 18 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇതിന് 26.8 kWh എന്ന് പറയുന്ന സൈസ് ഏകദേശം എത്ര ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ WLTP ക്ലെയിംഡ് റേഞ്ച് 220 km ആണ്. ആൻഡ് അതെന്തായാലും അത്രയും കിട്ടും, കാരണം ഇത്രയും ബാറ്ററിക്ക് സൈസും ഉണ്ട്, മാത്രമല്ല വണ്ടിക്ക് വലിയ പവറും ഇല്ല. ഇതിന് 2 സ്റ്റേറ്റ് ഓഫ് ട്യൂൺസിലാണ് ഈ വണ്ടിയുടെ മോട്ടർ വരുന്നത്. ഒന്ന് 45 bhp ആണ്, പിന്നെ വരുന്നത് 65 bhp ആണ്. 65 bhp മോഡലിന് നമുക്ക് 125 Nm ടോർക്കാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. DC ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, പക്ഷേ ആകെപ്പാട് 30 kW വരെയുള്ള സപ്പോർട്ടേ വരുന്നുള്ളൂ. പക്ഷേ ബാറ്ററി പാക്കിന് അത്ര വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവർ ക്ലെയിം ചെയ്യുന്ന 20 to 80% എത്താൻ ജസ്റ്റ് 45 മിനിറ്റ്സ് മാത്രമാണ്. പിന്നെ 30 kW ചാർജർ നമുക്ക് എവിടെ പോയാലും കിട്ടും. പൊതുവേ 60 kW ആണ് ഇപ്പോൾ നമ്മൾ മിക്ക സ്ഥലത്തും കാണാറുള്ളത്. അതിൽ തന്നെ 2 ബ്രിക്ക് ഉണ്ട്, അതായത് 2 ചാർജേഴ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് 2 വണ്ടി ചാർജ് ആണെങ്കിൽ 60 എന്നുള്ള നേരെ പകുതിയായിട്ട് 30 ആവും. സോ അങ്ങനെ വരുമ്പം എഫക്റ്റീവ്ലി ഈ വണ്ടിക്ക് നമുക്ക് എവിടെ പോയാലും ഈ ഒരു ടൈമിങ്ങിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ബാക്കി കമ്പനികളൊക്കെ അഡ്വർട്ടൈസ് ചെയ്യുന്ന പോലെ നമുക്ക് 150 kW ചാർജറൊക്കെ ഉണ്ട്. സംഭവം ഫാസ്റ്റായിട്ട് ചാർജൊക്കെ കയറും. 20 മിനിറ്റ് കൊണ്ട് 200 km ഓടാന്നൊക്കെ അവർ പറയും. പക്ഷേ അതിനുള്ള ചാർജർ ഇവിടെ ഇല്ല. നമ്മളിനി വേറെ എവിടെയൊക്കെ തപ്പിക്ക് പോയി കണ്ടുപിടിക്കേണ്ടി വരും. എന്തായാലും ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ വണ്ടിയിൽ വെഹിക്കിൾ ടു ലോഡ് പോലുള്ള ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ അടുത്താണ് കുറച്ചും കൂടെ എൻട്രി ഉള്ളത്. അതായത് ഒരു 10 to 20 lakhs ഇടയിലുള്ള വണ്ടികൾ ഈ അടുത്ത കാലത്താണ് കാണാൻ തുടങ്ങിയത്. ടിയാഗോ ഇവിയിലൊന്നും ഇപ്പോഴും വരുന്നില്ല. നെക്സോൺ ഇവിയിലും പഞ്ച് ഇവിയിലും ആ റേഞ്ച് തൊട്ടാണ് അത് തുടങ്ങുന്നത്. സോ അതൊക്കെ നോക്കുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഓപ്ഷനാണ്. എനിവേ പ്രൈസാണ് ഒരു പ്രശ്നം. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് എങ്ങനെ പോയാലും 7.5 to 8 lakhs അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലും താഴെ തുടങ്ങണമെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു പ്രൈസിൽ വരികയാണെങ്കിൽ ഈ വണ്ടി വെർത്താണോ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗും കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.